നമ്മുടെ കൺമുമ്പിൽ നടക്കുന്ന മരണം അല്ലെങ്കിൽ തൊട്ട് മുൻപ് നമുക്ക് നന്നായി സംസാരിച്ച് നമ്മളോടൊപ്പം നിന്നിരുന്ന മനുഷ്യരുടെ മരണം ഇതൊന്നും താങ്ങാനാകില്ല. ഇതിൻ്റെ ഒരു വലിയ ഷോക്ക് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകും. കൊട്ടാരക്കരയിൽ നിന്നും അത്തരമൊരു വാർത്തയാണ് പുറത്തു വരുന്നത്. ഒരു നിമിഷം മുൻപ് വരെ ഒപ്പമുണ്ടായിരുന്ന അച്ഛൻ പെട്ടെന്ന് കൺമുമ്പിൽ നിന്നും മാഞ്ഞുപോയി എന്നതാണ് ഇപ്പോൾ കാണുന്നത്. അച്ഛൻ പെട്ടെന്ന് കൺമുന്നിൽ നിന്ന് മാഞ്ഞുപോയതിന്റെ ആഘാതത്തിൽ പൊട്ടിക്കരയാൻ പോലും കഴിയാതെ മരവിച്ചിരിക്കുകയാണ് നീലേശ്വരം അനഘാഭവനിൽ ആവണി എന്ന 13 വയസ്സുകാരി. എന്നും അച്ഛനൊപ്പമാണ് ആവണി രാവിലെ വീട്ടിൽ നിന്നിറങ്ങുന്നത്. പുനലൂർ KSRTC ഡിപ്പോയിൽ മെക്കാനിക്കായി അജയൻ ആചാരി എന്ന അവളുടെ അച്ഛൻ ജോലി ചെയ്യുന്നു. അച്ഛൻ ജോലി സ്ഥലത്തേക്കും ഇരുമ്പനങ്ങാട് സ്കൂളിൽ 9ാം ക്ലാസ് വിദ്യാർത്ഥിയായ മകൾ ആവണി കൊട്ടാരക്കരയിലെ ട്യൂഷൻ സെന്ററിലേക്കും എന്നും രാവിലെ ഒരേ ബസ്സിലാണ് പോകാറുള്ളത്. അതുകൊണ്ട് അവർ ഒരുമിച്ച് തന്നെയാണ് ഇറങ്ങാറുള്ളതും. ആ ഒരു പതിവ് അവർക്കുണ്ട്. ആ ഒരു പതിവ് തെറ്റാതെ വർഷങ്ങളായി തന്നെ പൊക്കോണ്ടിരിക്കുകയാണ് എന്നുകൂടി നമുക്ക് പറയാൻ സാധിക്കും. ഇന്നലെയും മുക്ക് വരെയും ഇരുവരും കാര്യം പറഞ്ഞ് ഒരുമിച്ച് നിന്നു. ബസ് സ്റ്റോപ്പിലെത്തിയപ്പോൾ ആവണി കൂട്ടുകാർക്കൊപ്പം കൂടി. അച്ഛനത്തിന് മുന്നിലേക്ക് പുരുഷന്മാർ നിൽക്കുന്ന ഭാഗത്തേക്ക് മാറി നിന്നു. പെട്ടെന്നാണ് അമ്പലപ്പുറ റോഡിൽ നിന്ന് പാഞ്ഞു വന്ന ടിപ്പർ ലോറി ബൈക്കിനെ ഇടിച്ച് നിരക്കിക്കൊണ്ട് പാഞ്ഞു വന്നത്. ആവണിക്കും കൂടെ നിന്നവർക്കും ഓടി മാറാൻ ഇടം കിട്ടി. പിന്നിൽ വലിയ ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ അച്ഛൻ നിന്ന ഭാഗത്ത് മറിഞ്ഞു കിടക്കുന്ന ലോറിയിൽ നിന്ന് വീണ മൺകൂഞ്ഞയുമാണ് കണ്ടത്. അച്ഛനും അവിടെ ഉണ്ടായിരുന്നവരും ഓടി മാറിക്കാണുമെന്നായിരുന്നു ആവണി പ്രതീക്ഷിച്ചത്. തനിക്ക് മാറാൻ സാധിച്ചല്ലോ എന്ന് കരുതിയാണ് ആവണി ആശ്വസിച്ചത്. അപ്പോൾ എന്തായാലും അച്ഛനും മാറാൻ സാധിക്കുമെന്ന് ആവണി വിശ്വസിച്ചിരുന്നു. ഒരിക്കലും അതിൻ്റെ അടിയിൽ അച്ഛൻ പെട്ടുപോകുമെന്ന് അവൾ കരുതിയിരുന്നില്ല. ആ പിഞ്ചു മനസ്സ് വല്ലാതെ വേദനിക്കുകയാണ് ഇപ്പോൾ. എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുകയാണ് ഇപ്പോഴും അതിൻ്റെ ആഘാതത്തിൽ തന്നെയാണ് ആവണി നിൽക്കുന്നത്. ആവണിക്കിനി ഒരിക്കലും അതിൽ നിന്നൊരു മോചനം ഉണ്ടാകില്ല. അവളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടം തന്നെയാണ് ആ സംഭവിച്ചിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ ഒരിക്കലും ഈ ഒരു വാർത്തയെപ്പറ്റി എത്ര പറഞ്ഞാലും ചർച്ച ചെയ്താലും മതിയാകില്ല എന്നതാണ് സത്യം. അച്ഛനും അവിടെ ഉണ്ടായിരുന്നവരും ഓടി മാറിക്കാണുമെന്ന് പ്രതീക്ഷിച്ച അവളുടെ പക്ഷേ പ്രതീക്ഷ പെട്ടെന്ന് അസ്തമിക്കുകയായിരുന്നു. പിന്നീട് അച്ഛനെ കണ്ടതേയില്ല. കടയുടെ മൂലയും സമീപത്തെ മതിലും തകർന്നു പറഞ്ഞിരുന്നു. അപ്പോഴും അച്ഛനെ തേടുകയായിരുന്നു അവൾ. അവസാനം അച്ഛനെ കണ്ടെത്തി. അച്ഛൻ അജയൻ ആചാരിയും മരിച്ച 2 പേരും ലോറിക്കടിയിലായിരുന്നു. മണ്ണുമാന്തി യന്ത്രം എത്തിയാണ് മൂവരെയും പുറത്തെടുത്തത്. ആശുപത്രിയിലേക്ക് മാറ്റിയതും അപ്പോൾ തന്നെയായിരുന്നു. KSRTC കൊട്ടാരക്കര ഡിപ്പോയിൽ പൊതുദർശനത്തിന് വച്ച ശേഷം ഇന്നലെ വൈകിട്ട് അജയൻ ആചാര്യയുടെ സംസ്കാരം നടത്തുകയും ചെയ്തു. പക്ഷെ ഇപ്പോഴും ആവണിക്ക് അതിൽ നിന്നും മാറ്റമുണ്ടായിട്ടില്ല. ഒന്നും മിണ്ടാതെയാണ് ആവണി ഇരിക്കുന്നത്. ആവണിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ലോറി പാഞ്ഞെത്തുന്നത് കണ്ട് പെട്ടെന്ന് കൂട്ടുകാരികളുമായി അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയായിരുന്നു. എല്ലാവരും ഓടുകയും ചിതറി ഓടുകയും അലറി വിളിക്കുകയും ചെയ്യുന്നത് കണ്ടിരുന്നു. ആ ഒരു മരണവെപ്രാളത്തിലാണ് ആവണി ഓടിയത്. എന്നാൽ തിരികെ വന്ന് നോക്കുമ്പോൾ സ്വന്തം അച്ഛനില്ല എന്നൊരു വാർത്ത ശരിക്കും പറഞ്ഞാൽ അവൾ കേൾക്കുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടാകില്ല. എല്ലാവരും അവിടെ നിന്ന് ഓടി മാറിയിട്ടുണ്ടാകുമെന്നാണ് കരുതിയത്. ഒരു നിമിഷത്തെ വ്യത്യാസം അതായിരുന്നു അവിടെ സംഭവിച്ചത്. പാവപ്പെട്ട സ്കൂൾ കുട്ടികൾ അവിടെ ഒരുപാട് പേരുണ്ടായിരുന്നു. അവർക്കൊന്നും ഓടാൻ പറ്റിയിട്ടില്ല. അച്ഛനെ പോലെ പെട്ടുപോയവർ അവർ ഒരുപാട് പേരുണ്ട്. എന്നാലും ആവണിയെ സംബന്ധിച്ച് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ എന്തു പറയണമെന്ന് അറിയാൻ പോലും പറ്റാത്തൊരവസ്ഥയിലാണ്.